തുടരുകയാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിരൽ ഗൌഡയുടെ വാഹനം തകർക്കപ്പെട്ടു. ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന അക്രമികളാണ് വാഹനം തകർത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 4 മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലായിരുന്നു ഈ വാഹനവും തകർത്തത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട് ഇതാണ് സംഘർഷ ദൃശ്യങ്ങൾ. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അവരുടേതായ ഒരു കൊച്ചു രാജ്യം എന്നതുപോലെ പരിഗണിക്കപ്പെടാവുന്ന ഒരു സ്ഥലമാണ്. കാരണം എല്ലാം അവരുടേതായ സംവിധാനങ്ങൾ, കോളേജ്, സ്കൂള്, ആശുപത്രി എല്ലാം അവരുടേതായ ഒരു ഏരിയ മുഴുവൻ അവർ ഭരിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായത്, പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നത്. എപ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്? മറ്റാരെങ്കിലും ഈ പല സാക്ഷികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. വേറെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരൊക്കെ? ദിവിഷ്, അവിടെ ആദ്യഘട്ട തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ 13ാമത്തെ പോയിന്റിലേക്ക് എത്തുന്ന സമയത്താണ് ചെറിയ തോതിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് മാധ്യമവിലക്കിനെതിരെ സംസാരിച്ച യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ ആയിരുന്നു ആദ്യം ആക്രമിച്ചത്. അവർ 4 പേർക്ക് പരിക്കേൽക്കുന്നൊരവസ്ഥയുണ്ടായി. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടായത്. ഇപ്പോൾ 2 വിഭാഗം ആളുകൾ ചേരിതിരിഞ്ഞ് അക്രമം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. IG നേരിട്ട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന, SP സ്ഥലത്ത് നേരിട്ട് ക്യാമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതിനിടയിലാണ് 2012 ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യ എന്ന പെൺകുട്ടിയുടെ അമ്മാവൻ്റെ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനമടക്കം ഇപ്പോൾ നിരവധി വാഹനങ്ങൾ അവിടെ വെച്ച് തല്ലി തകർത്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തി ക്യാമ്പ് ചെയ്യുകയാണ്. ഇനി ഒരു പക്ഷേ അവിടെ വരും ദിവസങ്ങൾ 144 തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമ്മൾ മുൻകാണേണ്ടതായുണ്ട്.